ഇസ്രായേലുകാർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന മലയാളികളെ ഇന്നവർ വെറുക്കുന്നതിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും പാലാ എംഎൽഎ കാപ്പനും പങ്കുണ്ടോ എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിൽ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി 40,000 ഇന്ത്യക്കാർക്ക് ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. അതിന്റെ ആദ്യ ഭാഗമായി 10,000-ൽ പരം ഇന്ത്യക്കാർക്ക് നേരത്തെ തന്നെ തൊഴിൽ നൽകി കഴിഞ്ഞിരുന്നു. രണ്ടാം ഭാഗമായി കെയർ ഹോമുകളിലേക്കും നിർമ്മാണ മേഖലകളിലേക്കുമായി 15,000 ആളുകളെയാണ് കൊണ്ടുപോകുന്നത്. മൊത്തമുള്ള 40,000-ൽ 25,000 പേരെ തിരഞ്ഞെടുത്തതിൽ ഒരു മലയാളി പോലുമില്ല എന്നതാണ് നാം ഏവരെയും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ലോകത്തുള്ള എല്ലാ രാജ്യക്കാരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കേരളത്തിൽ നിന്നുള്ളവരെ ആയിരിക്കും. എന്നാൽ ഈ അടുത്ത കുറെ കാലങ്ങളായി അതിനൊക്കെ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം എന്താണെന്നുള്ളത് നമ്മൾ മലയാളികൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ അടുത്ത നാളിൽ നാം കണ്ടതാണ്, ലണ്ടനിലെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ഒരു ദാക്ഷിണ്യവും കൂടാതെ അവിടുത്തെ പോലീസ് അടിച്ചോടിക്കുന്നത്. ഇസ്രായേലിലെ കാര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജൂതന്മാരെ വേട്ടയാടിയപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ കേരളമായിരുന്നു അതിന് മുൻപന്തിയിൽ നിന്നിരുന്നത്. ഇന്ന് കേരളത്തിൽ ജൂതമതക്കാർ ആരും തന്നെ ഇല്ലാതായെങ്കിലും അവരുടെ ആപത്ത് കാലത്ത് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും, അത് തൊഴിലും അതേപോലെ തന്നെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുത്തവരായിരുന്നു നമ്മുടെ പൂർവികർ. അതിന്റെ ബാക്കിയാണ് ഇന്നും കൊച്ചി മട്ടാഞ്ചേരിയിലുള്ള ജൂതന്മാരുടെ ദേവാലയം. ഇന്ത്യയിൽ തന്നെ ആദ്യം പണി കഴിപ്പിച്ച ജൂത ദേവാലയം കേരളത്തിൽ കൊടുങ്ങല്ലൂരിലായിരുന്നു. പണ്ട് കാലത്ത് നമ്മൾ മലയാളികൾ കാണിച്ച ആ സ്നേഹത്തിന് അവർ നമ്മളോട് വളരെ നന്ദിയോടെയാണ് പെരുമാറിയിരുന്നത്. ഇസ്രായേലിലെ കുട്ടികൾക്ക് പഠിക്കാൻ അവിടുത്തെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഇതേപോലെയുള്ള പഴയ ചരിത്രങ്ങളെല്ലാം പ്രതിപാദിക്കുന്നുമുണ്ട്. അവിടെയും ഇവിടെയുമുള്ള നമ്മുടെ പഴയ തലമുറക്കാരെല്ലാം കടന്നുപോയി. പുതിയ കാലത്ത് പുതിയ തലമുറ വന്നു. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഓമന പേരിൽ വിളിക്കുന്ന ന്യൂ ജനറേഷൻ വന്നതോടെ എല്ലാം തകിടം മറിഞ്ഞു. ഇപ്പോൾ എല്ലാ കാര്യത്തിലും തീവ്രമായ മതവികാരങ്ങളായി. ചില വിഭാഗക്കാർക്ക് ലോകം മുഴുവൻ തങ്ങളുടെ കീഴിലാക്കണമെന്ന ഒറ്റ ചിന്ത മാത്രമായി. അതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ മുഖ്യ കാരണം. ഇസ്രായേൽ ഇപ്പോൾ എന്തുകൊണ്ട് മലയാളികൾക്ക് എതിരായി? അതിന് ആരാണ് ഉത്തരവാദി? അതാണ് നാം പരിശോധിക്കേണ്ടത്. വളരെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഒരു ജനതയെ അർദ്ധരാത്രിയിൽ നുഴഞ്ഞു കയറി കൂട്ടക്കൊല ചെയ്താൽ ആരാണ്, അല്ലെങ്കിൽ ഏത് ഭരണാധികാരിയാണ് നോക്കിയിരിക്കുന്നത്? ഇതിനെ ആർക്കാണ് അനുകൂലിക്കാൻ സാധിക്കുന്നത്? ഇവിടെ സംഭവിച്ചതും അതുതന്നെയാണ്. ഇസ്രായേൽ എന്ന രാജ്യത്ത് നുഴഞ്ഞു കയറിയ ഹമാസ് തീവ്രവാദികളെയാണ് കേരളത്തിലെ നേതാക്കൾ ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമില്ലാതെ പിന്തുണച്ചത്. എങ്ങനെയെങ്കിലും അധികാരത്തിൽ തുടരുക, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി വോട്ട് ബാങ്കുള്ള മതവിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം സുഖിപ്പിക്കുക എന്നതാണ് ഭരണ പ്രതിപക്ഷ നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൽ വെച്ച് ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഒരു മലയാളി നഴ്സ് കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യയിലുള്ള ഇസ്രായേൽ എംബസിയിൽ നിന്നും അവരുടെ അംബാസിഡർ ആ വീട്ടിൽ ചെന്ന് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഇസ്രായേലുകാർക്ക് മലയാളികളോട്. എന്നാൽ ഇന്ന് വിസ കാലാവധി തീർന്നവരെ ഇസ്രായേൽ നാട്ടിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. പുതിയ വിസ അനുവദിക്കുന്നുമില്ല. ചില യൂട്യൂബ് ചാനലിൽ പറയുന്നത് കണ്ട് നേഴ്സ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഫേസ്ബുക്കിൽ അനുശോചന സന്ദേശങ്ങൾ ഇട്ടിരുന്നു. എന്നാൽ ആ അനുശോചന സന്ദേശത്തിൽ ഹമാസ് തീവ്രവാദികളെന്ന് എഴുതിയതിനാൽ ചിലരുടെ സമ്മർദ്ദങ്ങളെ തുടർന്ന് അത് തിരുത്തേണ്ടി വന്നുവെന്നാണ്. ഉമ്മൻചാണ്ടിയെയും പിണറായി വിജയനെയും കൂടാതെ പാലാ എംഎൽഎ മാണി സി കാപ്പനും തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട പോസ്റ്റ് പിൻവലിച്ച കൂട്ടത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. തന്നെയുമല്ല, ഹമാസിന് അനുകൂലമായ പ്രകടനങ്ങൾ വരെ ഇവരൊക്കെ നടത്തിയതാണ്. ഇതെല്ലാം ഒരു മതവിശ്വാസത്തിൽപ്പെട്ടവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയാണ്. കേരളത്തിലെ ഭരണ പ്രതിപക്ഷ നേതാക്കളുടെ തീവ്രവാദികളെ അനുകൂലിച്ചുള്ള ഇത്തരം നിലപാടുകളാണ് ഇസ്രായേലിലെ തൊഴിലവസരങ്ങളിൽ നിന്നും മലയാളികളെ മാറ്റി നിർത്താനുള്ള കാരണമെന്ന് പറയപ്പെടുന്നു. എന്തായാലും ഇവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നഷ്ടപ്പെടുത്തിയത് ആയിരക്കണക്കിന് മലയാളികളുടെ ഉപജീവന മാർഗമാണ്.